അതെ, ഞാൻ കള്ളനാ, കണ്ണിച്ചോരയില്ലാത്തവനാ. ആർക്കാ അതിൽ ഇത്ര ഛേദം? എന്നും എന്നെ കുറ്റപ്പെടുത്താനും തള്ളി പറയാനും അല്ലാതെ എന്നെ കുറിച്ചൊരു നല്ല വാക്ക് പറയാൻ നിങ്ങൾ എന്തെങ്കിലും ഈ പടി കയറി വന്നു? എനിക്ക് ഭ്രാന്താണെന്നേ. എല്ലാവരെയും സ്നേഹിച്ചു പോയതുകൊണ്ടുള്ള ഭ്രാന്ത്. നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ 8,000 രൂപ ശമ്പളം വാങ്ങുന്നെന്ന്. പക്ഷെ എനിക്ക് കിട്ടുന്ന 4,000 രൂപ. അതെന്തുകൊണ്ടാ? ഇവളുടെ അനിയത്തിയുടെ കല്യാണത്തിന് 1,00,000 രൂപ കുറവുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എന്റെ മുമ്പിൽ വന്ന് കണ്ണു നനച്ചുകൊണ്ട് എന്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് കടം വാങ്ങിച്ചു തന്നുകൊണ്ട് മാസാമാസം 4,000 വെച്ച് പിടിക്കുക അതിലേക്ക്. അതൊക്കെ ഈ തോന്നിയവാസിയുടെ താന്തോന്നിത്തരാണല്ലോ. നിനക്കൊക്കെ ഞാൻ ചീപ്പാണല്ലേ? ഇടാ, 10ാം ക്ലാസ്സിൽ തോറ്റ് നീ പഠിപ്പ് നിർത്തി തെണ്ടാൻ ഇറങ്ങിയപ്പോ സ്വന്തം റിസ്കിൽ ലോൺ എടുത്ത് വീഡിയോ ക്യാമറയും മിക്സിംഗ് യൂണിറ്റും കോപ്പും ഒക്കെ ഉണ്ടാക്കി തന്നത് ഈ ചേട്ടൻ ചീപ്പായതുകൊണ്ട്. എന്നിട്ട് അതിൽ നിന്നൊരു ചില്ലി കാശിന്റെ ഉപകാരം ഇതുവരെ ഈ കുടുംബത്തിനുണ്ടായിട്ടുണ്ട്. കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുന്നവരെന്നും കൊടുത്തുകൊണ്ടിരിക്കും, വാങ്ങുന്നവരെന്നും വാങ്ങിച്ചുകൊണ്ടിരിക്കും. അതാ അതിന്റെ രീതി. കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും ഞാൻ കണക്ക് സൂക്ഷിക്കാറില്ല. അതെനിക്ക് ഇഷ്ടമല്ല. ഇതേരുത് എന്നെ ഭരിക്കാൻ വന്നോണ്ടല്ലോ. ഈ പൊക്കത്തിലും വണ്ണത്തിലും വളർന്ന് എനിക്കറിയാം എങ്ങനെ ജീവിക്കണം. ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിക്കും. അതിലിടപെടാൻ ആരും വരത്താം. എന്താടാ പറഞ്ഞത്? തോന്നിയ പോലെ ജീവിക്കുന്നു. മരിക്കുന്നതുവരെ ഒരാളെ കൊണ്ട് പേരുദോഷം കേൾപ്പിച്ചിട്ടില്ലാത്ത ആ അച്ഛന്റെ മോൻ തന്നെയാണോ നീ? അതെ, ആ അച്ഛന്റെ മകൻ തന്നെയാ ഞാൻ. ആ അച്ഛന് വേണ്ടി ജീവിക്കുന്ന